ഗൈസ് നമുക്ക് ഹാർദിക്കിനോട് ശ്രീരുദ്രയുടെയും ബുക്കിന് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇവിടെ ഇവരെന്തോ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. 1 മ്യൂസിക് 20 റുപ്പീസ്. എന്താണ് സംഭവം? ഇവിടെ വരുന്നവരൊക്കെ ഇത് കേട്ട് അവർക്ക് 20 റുപ്പീസ് കൊടുത്തിട്ട് പോകാനായിരിക്കും. ഹാർദിക്ക് അവിടെ വെച്ചിരിക്കുന്ന ബോർഡിൻ്റെ ഉദ്ദേശം എന്താ? പറ. പറഞ്ഞു ആരെങ്കിലും ഒക്കെ പറ. ഞാൻ പറയാം. ഞങ്ങള് ഇപ്പോൾ ഒരു കസ്റ്റമർ വന്നു, കസ്റ്റമർ ഒരു പാട്ട് പാടും. കസ്റ്റമർ പാടും. എന്നിട്ട് കസ്റ്റമർ നമുക്കിട്ട് 20 നമുക്കിട്ടോ. ശരി. അപ്പം ഞാൻ ഇന്നൊരു ചലഞ്ചായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിനകത്തൊന്ന് 10 ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കും. നിങ്ങൾ ആൻസർ പറയാത്ത ക്വസ്റ്റ്യൻസ് എല്ലാം ഈ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോടൊക്കെ ചോദിക്കും. അടി ഉണ്ടാക്കാതെ. ആദ്യത്തെ ക്വസ്റ്റ്യൻ, 28 ദിവസമുള്ള മാസം ഏത്? ഫെബ്രുവരി. അല്ല. ജനുവരി. അല്ല. മാർച്ച്. അല്ല. എല്ലാ മാസവും. വെരി ഗുഡ് ഗായ്സ്. എല്ലാ മാസത്തിലും 28 ദിവസങ്ങളുണ്ട് ഗായ്സ്. സോറി, വെരി ഗുഡ് ഗായ്സ് എന്നോ. വെരി ഗുഡ് ശ്രീരുദ്ര. എല്ലാ മാസത്തിലും 28 ദിവസമുണ്ട്. എടാ, എല്ലാ മാസത്തിലും 28 ദിവസമില്ല, ഒരു ദിവസമേ ഉള്ളൂ എല്ലാ മാസത്തിലും. ഓക്കെ, ഇത് നിന്റെ ബുക്കിൽ നിന്ന് ഞാൻ ചോദിക്കുന്നത്. പേന കൂടെ കൊണ്ട് നടക്കുന്ന പക്ഷി ഏതാണ്? പേനാണോ? പേന കൂടെ പക്ഷിയാണോ? പേന കൂടെ കൊണ്ട് നടക്കുന്ന പക്ഷി ഏത്? 2 ചാൻസ് ഉണ്ട് ആൻസർ വരെ. പേനല്ലെന്ന്, പേന. നിങ്ങൾ ആലോചിക്കും. കരിയില പക്ഷിയോ? അല്ലല്ല. കുയിലോ? കുയിലല്ല. 2 പേർക്കും ഒരു ചാൻസ് കൂടി ഉള്ളു. പറ്റുന്നു. കളിയല്ല. ഹാർദിക്കിന് ചാൻസ് തീർന്നു. പറ ശ്രീധര, ഒരു ചാൻസ് കൂടി ഉണ്ട്. എന്തേലും പറഞ്ഞു. അല്ല. അപ്പം ആ ക്വസ്റ്റ്യൻ നിങ്ങൾക്കാണ് പാസ് ചെയ്തിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ഏതായിരുന്നു? മറന്നു ഞാൻ. പേന കൂടെ കൊണ്ട് നടക്കുന്ന പക്ഷി ഏതാണ്? അതാണ് കേട്ടോ ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്. പണം ഇരട്ടിപ്പിക്കാൻ എളുപ്പ വഴി എന്ത്? പച്ചയോ? അല്ല. അപ്പം 2 പേരുടെ ഒരു ചാൻസ് വെച്ച് പോയേ. ഓക്കെ, ഇനി ഒരു ചാൻസ് കൂടി ഉണ്ട്. പറഞ്ഞോ, സ്പീഡിൽ പറഞ്ഞോ. പണമോ? പണം ഇരട്ടിപ്പിക്കാൻ എളുപ്പ വഴി ഏത്? അപ്പം ഇവരുടെ അടുത്ത ഉത്തരമാണ് ജോലി ചെയ്യുക. അതും തെറ്റാണ്. അപ്പം നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ പാസ് ചെയ്തിരിക്കുകയാണ്. നീ അല്ലേടാ ജോലി ചെയ്യാൻ പറഞ്ഞത്? എന്നാ പറ. എടാ, സമയം പോണു. അവനറിയത്തില്ല. അപ്പം അത് നിങ്ങളുടെ ക്വസ്റ്റ്യൻ. പണം ഇരട്ടിപ്പിക്കാൻ എളുപ്പ വഴി ഏത്? നമ്മൾ 5 ക്വസ്റ്റ്യൻ ആട്ടോ ഉൾപ്പെടുത്തുന്നത്. അത് മതി, അല്ല സമയം നീണ്ടു പോകും. ഇവർ പറയാൻ കുറേ നേരം എടുക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനാണ്. ഇപ്പം 3 ക്വസ്റ്റ്യനായി. 2 ക്വസ്റ്റ്യൻ ഇവർക്ക് പാസ് ചെയ്തു അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനാണ്. സിറ്റിയിൽ കപ്പ വിറ്റാൽ, അത്രേ ഉള്ളൂ, എന്താ അതിനെ പറയാന്ന്? പറഞ്ഞേ. കപ്പാസിറ്റി അല്ല, കപ്പാസിറ്റി. അപ്പോൾ വെള്ളിച്ചന് ഒരു ഊഞ്ഞാലായിട്ടിട്ട് പോയതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ. ലൈസൻസ് ആവശ്യമില്ലാത്ത ഡ്രൈവർ. ലൈസൻസ് ആവശ്യമില്ലാത്ത ഡ്രൈവർ. അറിയത്തില്ല? പറ. എടാ, സമയം പോണു. പറ. ആവശ്യമില്ലാത്ത ഡ്രൈവർ. കഴിഞ്ഞോ? സമയം കഴിഞ്ഞോ? ടാക്സി പോടാ. വണ്ടിയൊന്നും അല്ല. ഓക്കെ, അപ്പം ഇവരുടെ സമയം അവസാനിച്ചിരിക്കുന്നു. അപ്പം ഗൈസ്, കുതിര പറയുന്നുണ്ട്. ഡ്രൈവർ ഏതാണെന്നാണ് ചോദിച്ചത്. ഹാർദിക്കിന് 2 ചാൻസ് തീർന്നു. ശ്രീധർ എന്തേലുമൊക്കെ പറഞ്ഞു. പറ, സ്പീഡ് പറ. സമയം പോണെന്ന്. ഡ്രൈവർ അല്ലേ, ഡ്രൈവർ. അപ്പം ഗൈസ്, ഇവള് പറഞ്ഞിട്ടുള്ളത് ട്രെയിൻ അല്ലേ? ട്രെയിനാണ്. അതൊന്നും തോന്നുന്നു. അപ്പോൾ ഗൈസ്, കോട്ടയത്ത് 35 ഡിഗ്രി സെൽഷ്യസ് ചൂടുണ്ട്. നിങ്ങളുടെയൊക്കെ വീട്ടിൽ അവിടെ എത്ര ചൂടുണ്ടെന്നൊന്ന് പറയണേ. അതുകൊണ്ട് വേർത്തൊലിച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഉള്ള ക്വസ്റ്റ്യൻസ് ഞാൻ പറയാം. എന്തായിരുന്നു? പേന കൂടെ കൊണ്ട് നടക്കുന്ന പക്ഷി ഏത്? പിന്നെ പണം ഇരട്ടിപ്പിക്കാൻ എളുപ്പ വഴി,
എന്താണെന്നാണ്. അത് 2 ക്വസ്റ്റ്യനായി. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, അവർ 5 ക്വസ്റ്റ്യന് 2 ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞായിരുന്നു. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ ലാസ്റ്റുള്ള ക്വസ്റ്റ്യനാണ്. ലൈസൻസ് ആവശ്യമില്ലാത്ത ഡ്രൈവർ. അങ്ങനെ 3 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങളോടുള്ളത്. എല്ലാവരും കമൻറ്റ് ചെയ്യൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരാം ഗൈസ്. ബൈ ബൈ. അത് പറഞ്ഞപ്പോഴാണ് ഓർത്തത്, നിങ്ങൾ കറക്റ്റ് ആൻസർ പറയുന്നവരുടെ പേര് കൂടെ ഇട്ടേക്കണേ. അങ്ങനെയല്ല, ആൻസർ നിങ്ങൾ പറയുമ്പോൾ പേരൂടെ ഇട്ടേക്കണം. കറക്റ്റ് ആൻസർ പറയുന്നവരുടെ പേര് ഞാൻ യൂട്യൂബ് ചാനലിൽ വിളിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഗൈസ്. ബൈ ബൈ. ഹാത്തിക്ക് വരുന്നുണ്ട്. ബൈ ബൈ പറയടാ. ബൈ 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 ഓക്കെ ബൈ ബൈ.